കമന്റ് ഇട്ടോ. ഈ കൂട്ടത്തിൽ ഇവിടെ തൂക്കിട്ടേന്ന് നല്ലൊരു ബ്ലൂടൂത്തിന്റെ ഹെഡ്സെറ്റ് കമന്റിന് ഞാൻ നെക്സ്റ്റ് വീഡിയോ ഗെറ്റ്ഫിക്സിന്റെ നെക്സ്റ്റ് വീഡിയോ തരാം. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വീണ്ടും ഗെറ്റ്ഫിക്സിൽ വന്ന് കോഴിക്കോടുള്ള ഗെറ്റ്ഫിക്സിൽ എല്ലാവർക്കും ഭയങ്കര സംശയം. റമീസ്ക ഗെറ്റ്ഫിക്സിൽ ഐഫോൺ മാത്രമാണോ സർവീസ് ചെയ്യുന്നത്? ഭയങ്കര എൻക്വയറി. ഐഫോൺ മാത്രമല്ല, ആൻഡ്രോയിഡിന്റെ എല്ലാ ഫോണും, അതായത് ഐഫോണ് ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞിട്ട് ഭേദമന്യേ, ഐഫോൺ എന്ന് മാത്രമല്ല ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കയ്യിലുള്ള എല്ലാ കമ്പനിയുടെ സ്മാർട്ട് ഫോണും സർവീസ് ചെയ്യും ഗെറ്റ്ഫിക്സിൽ. ലൊക്കേഷൻ അറിയാലോ, കോഴിക്കോട് ജില്ലയിലെ ജയിൽ റോഡിൽ സ്പാനോട്ടിലുണ്ട്. സ്പാനോട്ടിലെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഗെറ്റ്ഫിക്സ് വരുന്നത്. ഞാൻ എന്തിനാ ഇന്ന് ഇവിടെ വന്നു വെച്ചാൽ, ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന കംപ്ലൈന്റ് ആണ് സാംസങ്ങിന്റെ M സീരീസ് A സീരീസ് റീസ്റ്റാർട്ട് ആയി പോവുക. അതായത് ചാർജ് കുത്തുമ്പോൾ ഓൺ ആവുന്നത് ഓഫ് ആവുന്നത്, അല്ലെങ്കിൽ ഡെഡ് ആയി പോയിട്ടുണ്ടാവും. A സീരീസ് M സീരീസ് ആണ് പറയുന്നത്. ഒന്നെങ്കിൽ റീസ്റ്റാർട്ട്, അല്ലെങ്കിൽ ഡെഡ് ആയി പോവുക, അല്ലെങ്കിൽ ഇവിടെ സാംസങ് മാത്രം കാണിക്കും. വേറൊരു കംപ്ലൈന്റ് കൂടി ഉണ്ട്, ചാർജ് കുത്തിയാൽ ലോഗോ കാണും, ചാർജിങ്ങിന്റെ ഫുൾ ആവൂല. അങ്ങനെ പിടിച്ച കംപ്ലൈന്റ് കൊണ്ടുള്ള പിരാന്താണ് പലർക്കും. എന്താ കംപ്ലൈന്റ് വരും അറിയോ? ഒന്നാമത് വീട്ടിലിരുന്ന് ഗെയിം കളിക്കല്, കൂടുതൽ സമയം ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് വാറണ്ടി പീരീഡിന് ശേഷം മാത്രം കൊണ്ടുവന്നാൽ മതി. വാറണ്ടി ഉള്ള സമയത്താണ് സർവീസ് സെന്ററിന് ക്ലിയർ ചെയ്ത് തരും. സർവീസ് സെന്ററിന് ക്ലിയർ ചെയ്യാൻ അവർ ബോർഡാണ് നിങ്ങൾക്ക് മാറ്റി തരിക. സാംസങ്ങിന്റെ ബോർഡ്. ഞാൻ കുറച്ച് A സീരീസ് ഫോണും M സീരീസ് ഫോണും എടുത്ത് കൈവച്ചിട്ടുണ്ടാവും. ഇങ്ങനത്തെ സാംസങ്ങിന്റെ ഫോണുകൾക്കാണ് കോമൺ ആയിട്ട് ഈ കംപ്ലൈന്റ് വരുന്നത്. അപ്പൊ നമ്മൾ ഗെറ്റ്ഫിക്സിൽ അതിനുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട്. നിങ്ങളെ റീസ്റ്റാർട്ട് ഐഫോൺ അതിനുള്ളതുണ്ട്, അതുപോലെ തന്നെ ഓൺ ആവാതിരിക്കുന്നതിനുള്ളതുണ്ട്, ലോഗോ മാത്രം കാണിച്ചിരിക്കുന്ന ഒക്കെ ഒരു സൊല്യൂഷൻ. അപ്പൊ നമുക്ക് ഈ കൂട്ടത്തിൽ നിന്ന് ഒരു ഫോൺ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഇഷ്യൂ കോമൺ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. CPU-ന്റെ മുകളിൽ റാം വരുന്നത് കൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഡയറക്റ്റ് സർവീസ് സെന്ററിൽ പോയി എന്താ സംഭവിക്കുക, അവർ പറയും ബോർഡ് മാറാൻ പറയും. എല്ലാരെ കൊണ്ടും ചെറിയൊരു ഫോണിന്റെ ബോർഡ് മാറാൻ ഒരു 8,000 10,000 ഒക്കെ രൂപ വരുന്നതിനാണ് ഗെറ്റ്ഫിക്സിൽ ഇതിനുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട്. നിങ്ങൾക്ക് എന്തായാലും സാംസങ് യൂസ് ചെയ്യുന്നത് എന്തെല്ലാം റീസ്റ്റാർട്ടിങ് പ്രോബ്ലമോ, ചാർജ്, അതായത് ബാറ്ററിയുടെ ഇഷ്യൂ, അതായത് ചാർജിങ്ങിൽ ബാറ്ററി കാണിക്കും ഫുൾ ആവാത്ത ഇഷ്യൂ ഒക്കെ ഉണ്ടാവും. അപ്പൊ വേറൊരു കാര്യം പറയാം, നിങ്ങൾ നല്ലൊരു കമന്റ് ഇട്ടോ. ഈ കൂട്ടത്തിൽ ഇവിടെ തൂക്കിട്ടേന്ന് നല്ലൊരു ബ്ലൂടൂത്തിന്റെ ഹെഡ്സെറ്റ് കമന്റിന് ഞാൻ നെക്സ്റ്റ് വീഡിയോ ഗെറ്റ്ഫിക്സിന്റെ നെക്സ്റ്റ് വീഡിയോ തരാം. നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും സർവീസിന്റെ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും കോമൺ ആയിട്ട് ഇഷ്യൂ വരുന്നതോ, അതല്ലെങ്കിൽ ചാർജിങ്ങോ, ബാറ്ററി മാറുന്നോ, ഡിസ്പ്ലേ മാറുന്നോ, നിങ്ങൾക്ക് ഏതാണോ വീഡിയോ നെക്സ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഗെറ്റ്ഫിക്സിൽ വന്നാൽ അത് ചെയ്യാം. ഇപ്പൊ ലൊക്കേഷൻ മറക്കണ്ട, കോഴിക്കോട് ജില്ലയിലെ ജയിൽ റോഡിലാണ് ഗെറ്റ്ഫിക്സ് വരുന്നത്. നിങ്ങൾക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ ഷോപ്പിലോട്ട്, അതായത് ഗെറ്റ്ഫിക്സിലോട്ട് കൊറിയർ അയക്കാം. നിങ്ങളുടെ ഫോണ് ഇവിടെ വരും. ഇതിന്റെ വേറെ ഹൈലൈറ്റും കൂടി പറയാൻ കേട്ടോ. ഇവർ കണ്ടോ, ഈ ഒരു ബാർകോഡും കാര്യം, നിങ്ങളുടെ ഡാറ്റയും കാര്യങ്ങളും, ഒരു പേര് പോലും ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, കാണിച്ചിട്ടില്ല. അപ്പം അത്രയും നിങ്ങളുടെ ഡാറ്റയിൽ പ്രൈവസി ഉണ്ട്. ഭയങ്കര പേടിയായിരിക്കും ഞാൻ ഫോൺ കൊടുത്തിട്ട് അങ്ങനെ ആവുകയും. പേടിക്കണ്ട, ഒന്നുകൊണ്ടും നിങ്ങൾ ഗെറ്റ്ഫിക്സിൽ സർവീസിന് തന്നിട്ടുണ്ട് പേടിക്കണ്ട. നിങ്ങൾക്ക് ഗ്യാരണ്ടിയോട് കൂടി കൊടുക്കാം. അപ്പം അഡ്രസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ അയച്ചു കൊടുത്ത 1 2 3 ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ സർവീസിന്റെ ഡ്യൂറേഷൻ, അതായത് നിങ്ങളുടെ കംപ്ലൈന്റ് എന്തോ അതിനനുസരിച്ച് നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി. ഇന്ന പ്രശ്നമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആളുകൾ പറഞ്ഞു തരും. എന്താണോ നിങ്ങളുടെ ഇഷ്യൂ എന്നുള്ള കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞ ശേഷം മാത്രമേ നിങ്ങൾക്ക് സർവീസ് ചെയ്ത് തരും. ഇപ്പോൾ ഓൾ ഓവർ ഇന്ത്യയിൽ നിന്ന് ഇവിടുത്തെ അഡ്രസ്സിലോട്ട് അയച്ചാൽ നിങ്ങൾക്ക് 2-3 ഡേയ്സിനടുത്ത് റിട്ടേൺ അയച്ചു തരും. കൂടാതെ മെമ്മറി അപ്ഗ്രേഡിംഗ് വീഡിയോ ഉണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. മെമ്മറി ഇനി ആർക്കെങ്കിലും അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കണ്ടാൽ അതും ഗെറ്റ്ഫിക്സിലുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഫോൺ നമുക്ക് സർവീസ് ചെയ്യാം. ഈ ഒരു കംപ്ലൈന്റ് വെച്ചാൽ റീസ്റ്റാർട്ട് ആകുന്ന ഒരു കംപ്ലൈന്റ്, ഏത് പാർട്ടാ മാറുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കമന്റ് ഇടാൻ മറക്കല്ലേ. സാംസങ്ങിന്റെ M31s എന്ന് പറഞ്ഞൊരു ഫോണാണ് ഞാൻ എടുത്തത്. കാരണം ഈ ഒരു ലോഗോ സാംസങ് മാത്രം കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ്, ഓൺ ആവൂല. നിങ്ങൾക്കും അങ്ങനത്തെ കംപ്ലൈന്റുകൾ ഉണ്ടാവും. സാംസങ്ങിന്റെ ഫോണിന് കോമൺ ആയിട്ട് വരുന്നുണ്ട് M സീരീസിനും A സീരീസിനും. അപ്പൊ നമുക്ക് ഷുഹൈബ് സാർ ഉണ്ട്. ഷുഹൈബ് സാർ ഇത് കറക്റ്റ് റെഡിയാക്കി തരുന്ന പറഞ്ഞത്. അപ്പൊ ഇതാ ഷുഹൈബ് സാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഷുഹൈബ് സാറിന്റെ അടുത്ത് നമുക്ക് ചോദിക്കാം. ഈ സാംസങ്ങിന്റെ A സീരീസ് M സീരീസ് ഈ 2 സീരീസുകളും കോമൺ ആയിട്ട് വരുന്ന കംപ്ലൈന്റ് ആണ്. അത് ചാർജിങ് ലോഗോയിൽ നിൽക്കുക, അതേപോലെ ലോഗോ വന്നിട്ട് റീസ്റ്റാർട്ട് ആവുക, സം ടൈം റീസ്റ്റാർട്ട്, ഇങ്ങനെയുള്ള ഇഷ്യൂസ്. അത് ഒരു സാംസങ്ങിന്റെ A സീരീസിലും M സീരീസിലും കോമൺ ആയിട്ട് വരുന്ന ഇഷ്യൂ. അതൊരു 90% വരുന്നത് CPU റിലേറ്റഡ് പ്രോബ്ലം ആണ്. അപ്പൊ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ വാറണ്ടി പീരീഡിൽ ഈ കംപ്ലൈന്റ് വരുമ്പോൾ കമ്പനി എന്ത് ചെയ്യും, നമുക്ക് ബോർഡ് മാറി തരും. വാറണ്ടി കഴിഞ്ഞിട്ടാ വരുന്നെങ്കിൽ ഭയങ്കര പൈസ വരും ബോർഡ് മാറാൻ. ആ ഒരു സമയത്താണ് ഗെറ്റ്ഫിക്സിൽ ഇങ്ങനത്തെ ഡീപ്പ് ലെവൽ സർവീസർമാർക്ക് മാത്രമേ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ.
അപ്പോൾ നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ ഫോൺ അയച്ചിട്ട് തന്നെ കാണിച്ചു തരാം. അതുകൊണ്ട് ഈ ഒരു ലോഗോയിൽ ഇങ്ങനെ നിൽക്കുകയാണ്, റീസ്റ്റാർട്ട് ആവും. അപ്പൊ നമ്മള് ബോർഡ് അയച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഏത് പാർട്ടാണ് നമുക്ക് മാറാനുള്ളത്? ഇതാണ് ഇതിന്റെ CPU ആൻഡ് റാം വരുന്നത്. ഈ അപ്പർ പാർട്ട് റാം, ഇതിന്റെ താഴെയാണ് CPU വരുന്നത്. ഒന്ന് CPU റാം, ഇതിൽ രണ്ടും റീപ്ലേസ് ചെയ്യണം എന്നാ നമ്മൾ രണ്ടും റിമൂവ് ചെയ്തിട്ട് ഫിക്സ് ചെയ്യാം. ഓക്കെ. അപ്പൊ അതേ ബോർഡിന് ഇത് റാം, ഇത് CPU, ഇത് രണ്ടും റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി റീഫിക്സ് ചെയ്തിട്ട് ബോർഡിലോട്ട് തന്നെ വെക്കും. അപ്പൊ ആ ഇഷ്യൂ സോൾവ് ആവും. ഓക്കെ, സെറ്റ്. അപ്പൊ നമ്മുടെ സർവീസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് ഏതൊക്കെ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ CPU റാമും ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. CPU റാം ഒക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി തിരിച്ച് നമ്മുടെ സെറ്റിലോട്ട് ചെയ്യുക, ബോർഡ് വെക്കുക ചെയ്യുക. അപ്പൊ ഷുഹൈബ് സാറേ ഫോണ് തിരിച്ചു കുടുക്കി ഓക്കെ ആയില്ലേ? അതായത് നമ്മുടെ ഓൺ ആവാതിരുന്ന റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരുന്ന സാംസങ്ങിന് കോമൺ ആയിട്ട് വരുന്ന ഇഷ്യൂ ആണ് ക്ലിയർ ചെയ്തത്. ഏകദേശം എത്ര ടൈം എടുക്കുന്നുണ്ട്? 1 hour 1.5 hour. 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് ക്ലിയർ ആവും. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഇഷ്യൂ ആണ് സാംസങ്ങിന്റെ A സീരീസിനും M സീരീസിനും ഒക്കെ സ്വിച്ച് ഓഫ് ആയി പോണ പ്രശ്നം, ചാർജ് കയറാതിരിക്കുന്ന ആ ഒരു ഇഷ്യൂ, ഡെഡ് ആയി പോണ വിഷയമൊക്കെ. അപ്പം ബോർഡിന് ഭയങ്കര പൈസ കൊടുത്ത് മാറണ്ട, അതിനൊരു ശാശ്വത പരിഹാരം നമ്മുടെ കോഴിക്കോട് ഗെറ്റ്ഫിക്സിലുണ്ട്. അപ്പൊ നമുക്ക് ഷുഹൈബ് സാർ ആ ഒരു കാര്യം ക്ലിയർ ആക്കി തന്നതിന് ശേഷമാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗെറ്റ്ഫിക്സിലെ അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ഇങ്ങോട്ട് കൊറിയർ അയക്കാം. എന്ത് കംപ്ലൈന്റ് ആയിക്കോട്ടെ, ഐഫോണിനും ആൻഡ്രോയിഡിനുള്ള എല്ലാ കംപ്ലൈന്റ് ഇവർ ക്ലിയർ ചെയ്ത് നിങ്ങളെ അഡ്രസ്സിലോട്ട് അയച്ചു തരും. അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ കോഴിക്കോട് ജില്ലയിലുള്ള ജയിൽ റോഡിൽ സ്പാൻ ഹോട്ടൽ ഉണ്ട്. സ്പാൻ ഹോട്ടലിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മുടെ ഗെറ്റ്ഫിക്സ് വരുന്നത്. അപ്പോൾ എന്താണോ നിങ്ങളുടെ പ്രോബ്ലം, ഏത് ആൻഡ്രോയിഡ് ഫോണിനോ iOSനോ ആൻഡ്രോയിഡിനുള്ള പ്രോബ്ലം ഇവിടെ ഇവർ സോൾവ് ചെയ്തു. മെമ്മറി അപ്ഗ്രേഡിംഗ് ഉണ്ട്. അപ്ഗ്രേഡിങ്ങിന്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ട്, കൂടാതെ നല്ലൊരു കമന്റും കൂടി ഇട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഉള്ളൂ, സർവീസിന്റെ ഒരു കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കും. നമുക്ക് അടുത്ത ദിവസം വ്യത്യസ്തമായ ഒരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.